വയനാടിനൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 കോടി നൽകി പ്രഭാസ്. അതേപോലെ തന്നെ അന്യഭാഷാ ചലച്ചിത്ര താരങ്ങൾ ഒരുപാട് പേർ കോടികളും ലക്ഷങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. ചിരഞ്ജീവിയും രാം ചരണും ചേർന്ന് നൽകിയത് കോടികളാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നായകന്മാരും നായികമാരും ഒരുപാട് പണം ഒറ്റയ്ക്കായും കൂട്ടമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലും ഒരുപാട് ചലച്ചിത്ര താരങ്ങൾ ഇതിലേക്ക് ഭാഗമായിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ മെഗാസ്റ്റാറായ മമ്മൂക്ക നൽകിയത് മകനായ ദുൽഖർ സൽമാനും ഒത്തുചേർന്ന് നൽകിയത് 35 ലക്ഷം രൂപയും കേരളത്തിന്റെ സ്വന്തം മലയാളികളുടെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ നൽകിയത് 25 ലക്ഷം രൂപയും മാത്രമാണ്. ഫഹദ് ഫാസിൽ, ടൊവിനോ, ജയറാം അടക്കമുള്ള ഒരുപാട് പേർ ഇതിലേക്ക് സംഭാവന വാഗ്ദാനം ചെയ്യുകയും നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ കോടിയോ അതിനു മുകളിലോ നൽകിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അന്യഭാഷാ ചലച്ചിത്ര താരങ്ങൾ കോടികളൊക്കെ നൽകുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലിനെ പോലുള്ള മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും തുച്ഛമായ തുക ഇതിലേക്ക് നൽകിയത് എന്നാണ് പല കമൻസും മറ്റ് കാര്യങ്ങളും ആളുകളുടെ സംസാര രീതിയും ഒക്കെയും തന്നെ കേരളത്തിൻ്റെ സ്വന്തമായിരുന്നിട്ടും ഇവർ നൽകുന്നത് ഇത്രയും തുച്ഛമായ പണവും എന്നാൽ മറ്റുള്ള ഭാഷകളിൽ അഭിനയിക്കുന്നവർ കേരളത്തിനോട് ഇവരെക്കാട്ടും കൂടുതൽ കൂറ് പുലർത്തുകയും കൂടുതൽ സംഭാവന ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരല്ല ഏറ്റവും കൂടുതൽ കേരളത്തെ സഹായിക്കേണ്ടത് എന്ന രീതിയിലാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകൻ മോഹൻലാലാണ്. 8 കോടി മുതൽ 17 കോടി വരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫല നിരക്ക്. എന്നാൽ 8 കോടി തന്നെയാണ് മലയാളത്തിൽ കൂടുതൽ മൂവീസ് അഭിനയിച്ചാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്നതും യാഥാർത്ഥ്യമാണ്. ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു മൂവിക്ക് 4 കോടി മുതൽ 8.5 കോടി വരെയാണ്. അതേപോലെ തന്നെ 3ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ നിൽക്കുന്നത് ദുൽഖർ സൽമാനാണ്. ഏതാണ്ട് 3 കോടി മുതൽ 8 കോടി വരെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രതിഫല നിരക്ക്. പൃഥ്വിരാജിൻ്റെത് 3 കോടി മുതൽ 7 കോടി വരെയും ഫഹദ് ഫാസിലിൻ്റെത് 3.5 കോടി മുതൽ 6 കോടി വരെയുമാണ് വരുമാന നിരക്ക്. മറ്റുള്ള നായകന്മാരുടേത് ഇതിലും എത്രയോ കുറവാണ്. ലക്ഷങ്ങൾ മാത്രം പ്രതിഫലം വാങ്ങി സിനിമ അഭിനയിക്കുന്നവരും ധാരാളമുണ്ട്. പ്രഭാസിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂവിക്ക് 100 കോടിയിലും അധികമാണ്. അതേപോലെ തന്നെ രാം ചരണും വാങ്ങുന്ന പ്രതിഫലം 100-120 കോടിയാണ്. അതായത് മമ്മൂട്ടിയും മോഹൻലാലും 10-15 സിനിമകളിൽ അഭിനയിച്ചാൽ പോലും ഇവരൊക്കെ ഒരു സിനിമയിൽ വാങ്ങിക്കുന്ന പ്രതിഫലം പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കോടികളൊക്കെ വിലയില്ലാതാവുന്നതും അത് ഡൊണേറ്റ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുന്നതും. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. മലയാളത്തിന്റെ താരങ്ങൾ ഒരു വർഷം ഒരുപാട് സിനിമകൾ അഭിനയിക്കാറുണ്ട്, ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങാറുണ്ട്. പ്രഭാസിനെ പോലുള്ള നായകന്മാരുടെ സിനിമകളായിട്ട് വർഷത്തിൽ 1 മാത്രമേ അതല്ലെങ്കിൽ 2 മാത്രമേ ഇറങ്ങാറുള്ളൂ. ആ സാഹചര്യത്തിൽ ഇവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നില്ലേ എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരു വർഷത്തിൽ 5-6 സിനിമകൾ അഭിനയിച്ചാൽ പോലും ഇദ്ദേഹത്തിൻ്റെ പകുതിയോളം വരില്ല അവരുടെ വരുമാനം. അതിലുമുപരി ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള നായകന്മാർ പണമുണ്ടാക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ്. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ളവർ കേരളത്തിന്റെ ബ്രാൻഡിന്റെ പരസ്യത്തിൽ മാത്രമേ ഇവരെയൊക്കെ ഉൾപ്പെടുത്താറുള്ളൂ. എന്നാൽ പാൻ ഇന്ത്യൻ സ്റ്റാറായ ഇവരെ പോലുള്ളവർ ഇന്റർനാഷണൽ ലെവലിലുള്ള പരസ്യങ്ങളിലൊക്കെയും തന്നെയാണ് അഭിനയിക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യങ്ങളിലൂടെ ഉണ്ടാവുന്ന വരുമാനം കോടികളാണ്. ഒരുപക്ഷെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ലഭിക്കുന്നതിന്റെ 100 മടങ്ങോളം വരുമാനമാണ് പരസ്യങ്ങളിലൂടെ ഇവരൊക്കെയും തന്നെ നേടുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മമ്മൂക്കയെ പോലുള്ളവർ, മോഹൻലാലിനെ പോലുള്ളവർ മലയാളത്തിൽ മറ്റുള്ള താരങ്ങളെ ഒക്കെയും തന്നെ ചേർത്ത് പിടിച്ചാൽ അവരെ കൊണ്ട് സാധിക്കുന്ന നല്ലൊരു തുക തന്നെയാണ് അവരൊക്കെയും തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വലിയൊരു തുക തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവന ചെയ്തത്. ഒരുപാട് നായകന്മാരും നായികമാരും സംഭാവന നൽകിയിട്ടില്ലല്ലോ എന്ന രീതിയിലും ഒരുപാട് പേർ പ്രതികരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്കും ചെറിയ തുക നൽകാനുള്ള സാഹചര്യം മാത്രമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് നൽകുവാനുള്ള മടി ഉണ്ടായേക്കാം. കാരണം മറ്റുള്ളവർ വലിയ വലിയ തുകകൾ നൽകുമ്പോൾ അത് മറ്റുള്ളവർക്കിടയിൽ പരിഹാസത്തിന് കാരണമായാലോ എന്നുള്ള ഭയവും പല ആളുകളെയും ഇതിൽ നിന്നൊക്കെയും പിന്തിരിപ്പിക്കുന്നുണ്ടാവാം. എന്തു തന്നെയായാലും മലയാളത്തിന്റെ സ്വന്തം താരങ്ങൾ എല്ലാവരും തന്നെ വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്.
എന്തു തന്നെയായാലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ വയനാട് കരകയറുകയും അവർ പഴയ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.